മലയാളികളെ ഒന്നടങ്കം നാണം കെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ന്യൂസുകളിൽ മൊത്തം നിറഞ്ഞിരുന്നത്. അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി ദുബായിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലുവും പങ്കെടുക്കുകയും അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുകയും വിവാദമാകുകയും ചെയ്തു ഇന്ത്യയിൽ. അതിനൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹീദ് അഫ്രീദിയാണ്. കാര്യം പുള്ളിക്കാരൻ്റെ ഓരോരോ പ്രസ്താവനകൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയും അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിയും ഇന്ത്യൻ സൊസൈറ്റിയിലെ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളാണ് ഇത്രയും വിവാദമാകാനുള്ള കാരണം. ഷഹീദ് അഫ്രീദിയും അതേപോലെ തന്നെ ഉമർ ഗുല്ലും ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആൾക്കാരാണ്. അതായത് വന്ന ഉടനെ സിക്സറുകൾ അടിക്കുകയും അതേപോലെ വിക്കറ്റുകൾ ഇടുകയും ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ, പാകിസ്ഥാൻ്റെ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു ഷഹീദ് അഫ്രീദി. അതേപോലെ തന്നെ ക്രിക്കറ്റ് വിരമിച്ചതിന് ശേഷം പൊളിറ്റിക്കലിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരു ഇൻഫ്ലുവൻസറായിട്ടും പുള്ളിക്കാരൻ കുറേ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ നടത്തുകയും അത് ഭയങ്കരമായിട്ട് വിവാദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തുകയും അതിനെ സംബന്ധിച്ച് ഷഹീദ് അഫ്രീദി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ പൊളിച്ചെടുക്കുകയും അതേപോലെ പഹൽഗാം അറ്റാക്ക് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു അറ്റാക്കാണ്, പാകിസ്ഥാനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ആരോപിക്കാൻ വേണ്ടി ഇന്ത്യ ഉണ്ടാക്കിയ ഒരു അറ്റാക്കാണ്, സാധാരണ ജനങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനയായിരുന്നു ഷഹീദ് അഫ്രീദി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ജയിച്ചതിന് ശേഷം ഷഹീദ് അഫ്രീദി ഒരു റാലി പോലെ നടത്തി, ഒരു കാർ റാലി പോലെ നടത്തി. പാക് മിലിറ്ററിയാണ് ജയിച്ചത്, അവരാണ് ജയിച്ചത് എന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റാലിയും ഭയങ്കര വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അതുപോലെ അത് ന്യൂസും കൊടുത്തിരുന്നു. ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ റിപ്പോർട്ടർ എടുത്ത് ഷഹീദ് അഫ്രീദി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിരവധി ജാതിയും മതവും ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും അവർ വളരെ പുച്ഛമായിട്ടാണ് ഇന്ത്യൻ ജനതയും അതേപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയെയും അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ എടുത്തൊക്കെ സംസാരിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഇതേപോലെയുള്ള പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് ഇന്ത്യയെ പറ്റി ഷഹീദ് അഫ്രീദി. അതിനാൽ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ, അതായത് പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വഷളാവുന്നിരിക്കുന്ന ടൈമിൽ തന്നെ ഇന്ത്യൻ വാർത്താ വിനിമയ കേന്ദ്രം അതേപോലെ ഇന്ത്യൻ മിലിറ്ററി എല്ലാം കൂടി ബാൻ ചെയ്തിരുന്നു ഈ ഷഹീദ് അഫ്രീദി ഉൾപ്പെടെ നിരവധി പാകിസ്ഥാൻ അക്കൗണ്ടുകളും, അത് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസേഴ്സിന്റെ അക്കൗണ്ടുകളും ഇതേപോലെ ഷഹീദ് അഫ്രീദിയുടെ അക്കൗണ്ടും അതേപോലെ തന്നെ പാക് മീഡിയയുടെ കുറച്ച് മീഡിയസും യൂട്യൂബിലൊക്കെ ഉള്ള മീഡിയസും എല്ലാം അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, ബാൻ ചെയ്തിരുന്നു. അതായത് ജനങ്ങളിലേക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക, ഇന്ത്യ കുറ്റപ്പെടുത്തുക, നമ്മുടെ ഭാരതത്തെ കുറ്റപ്പെടുത്തുക, അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അക്കൗണ്ടുകൾക്കെതിരെയും വ്യാപകമായ ഇതേപോലെ തന്നെ പ്രതിഷേധങ്ങളും വരുന്നതിൻ്റെ ഉൾപ്പെടെ അതേപോലെ തെറ്റായ ഇൻഫർമേഷൻ എല്ലാവരിലും എത്തിക്കുന്നു എന്നതിനാലാണ് ഇതേപോലുള്ള അക്കൗണ്ടുകളെല്ലാം ഇന്ത്യ ബാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ, അതായത് ഇന്ത്യക്കാരെയും ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ ആചാരങ്ങളെയും ഇന്ത്യൻ മതത്തെയും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും എല്ലാവരെയും കുറ്റപ്പെടുത്തി, ഇന്ത്യൻ മിലിറ്ററിയും എല്ലാം അനാവശ്യമായി കുറ്റപ്പെടുത്തുകയും തെറ്റായ ഇൻഫർമേഷൻ പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന, വളരെ ഉച്ചത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഷഹീദ് അഫ്രീദി എന്നൊരു വ്യക്തിയെ പറയും, സ്പോർട്സിനെ ഞാൻ പറയുന്നില്ല, ആളുടെ സ്പോർട്സ്മാനെ ഞാൻ പറയുന്നില്ല, ആ വ്യക്തിയെ എന്തിനാണ് മലയാളി സംഘടനയായ ക്യൂബ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അവരുടെ അസോസിയേഷൻ എന്തിനാണ് ഈ ചടങ്ങിൽ, അവരുടെ ചടങ്ങിലേക്ക് ഗസ്റ്റായിട്ട് വിളിക്കുകയും, അത് അതിൻ്റെ വീഡിയോ വൈറലാണ്, എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. വളരെ ഒരു ഭയങ്കര ഇതായിട്ടൊക്കെയാണ് വിളിച്ചുകൊണ്ടൊക്കെ വരുന്നത് ആളെ, സ്റ്റേജിൽ കയറുകയും. അപ്പോൾ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചെണ്ടയൊക്കെ വെച്ച് കൂട്ടുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക, അത് നിർത്തിക്കൊണ്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നതും അതിനകത്തിന് വാത്തോരാതെ സംസാരിക്കുന്നുണ്ട് കേരളത്തെ പറ്റിയും. എനിക്ക് തോന്നുന്നു ഈ കേരളം ഇന്ത്യയിലല്ലെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം ഇങ്ങനെ ആളും കരുതുന്നില്ലായിരിക്കും, ഇന്ത്യക്കാരിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റേജിലൊക്കെ കയറ്റുമെന്ന് ആളും കരുതുന്നില്ലായിരിക്കും. അതുകൊണ്ട് ആൾ ചിന്തിച്ചാണ് വേറെ വല്ല ഇന്ത്യയിലല്ല കേരളം എന്ന് ആൾ ചിന്തിച്ചായിരിക്കും. എന്തായാലും കേരളത്തിലെ മലയാളികളെ നാണം കെടുത്താൻ കുറേ എണ്ണം ഇതേ കണക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും സംഭവം വിവാദമായതോടെ ഈ ക്യൂബയിലെ പ്രതിനിധികൾ അവരുടെ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്, അതായത് ന്യായീകരണമായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് തൊട്ടടുത്തുള്ള പ്രോഗ്രാമിൽ ഷഹീദ് അഫ്രീദി പ്ലാൻഡ് അല്ലാതെ വന്നപ്പോൾ അവർ ഗസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ, വിളിച്ചെന്നേ ഉള്ളൂ. അതേപോലെ ആൾ വന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് അടഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് അവരുടെ ഒരു പ്രസ്താവന. അത് വിചിത്രമായ ഒരു പ്രസ്താവനയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ന്യായീകരണമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഷഹീദ് അഫ്രീദി പോലുള്ള ആൾ, അതേപോലെ തന്നെ അത് ഉമർ ഗുല്ലും ഉണ്ട്, ഇവർ രണ്ടുപേരും പ്ലാൻഡ് അല്ലാതെ ഒന്ന് പറഞ്ഞ ഉടനെ കയറി വന്ന് സംസാരിച്ച് ഏട്ടൊക്കെ പോയി എന്ന് പറയുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്.
അതേപോലെ തന്നെ എന്തോ ആയിക്കോട്ടെ, ഈ ഇങ്ങനെ ഒരു വ്യക്തിയെ, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെയും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയിലെ ജനതയും വളരെ പുച്ഛത്തോടെ സമൂഹത്തിന് അല്ലെങ്കിൽ രാജ്യാന്തര സമൂഹത്തിനോടും ഈ രാജ്യാന്തര സമൂഹത്തിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് ഗസ്റ്റായിട്ട് വിളിച്ച് ആദരിച്ച് കൊണ്ടുവന്ന് സംസാരിപ്പിച്ചത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവിടെ തലയ്ക്കകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കളിമണ്ണ് വല്ലതും ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇവർ ബിടെക് തന്നെ പഠിച്ചിട്ടാണ് ഇറങ്ങി പോയേക്കുന്നതെന്നും എനിക്ക് ഡൗട്ടുണ്ട്. അഫ്രീദിയുടെ ക്രിക്കറ്റ് പാസ്റ്റ് നോക്കിയിട്ടല്ല പറയുന്നത്. അതായത് ആളുടെ പൊളിറ്റിക്കൽ പ്രസന്റ്, അതാണ് നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത്. ആളുടെ ഇപ്പോഴത്തെ ആ പ്രസന്റ് ഒപ്പീനിയൻ, പ്രസന്റ് പ്രസ്താവന, ആളുടെ ഡിസിഷൻസ്, ആ ഓരോന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഒരിക്കലും സ്പോർട്സ് ഇതായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടല്ല. സ്പോർട്സ് ഇതായിട്ടാണ് ഓക്കെ, അങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നടക്കില്ലെങ്കിൽ നമുക്ക് ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യാന്തരത്തിൽ പാകിസ്ഥാന്റെ ഈ ഒരു ഭീകരത, ഈ ഭീകര തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നുള്ള ആ ഒരു ഇത് എല്ലാം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഓരോരോ പ്രതിനിധികളെ, അത് നിങ്ങൾക്കറിയാം, പല പാർട്ടിയിൽ നിന്നുള്ള, ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കി തന്നെ ശശി തരൂർ UDF നിന്നും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് LDF നിന്നും എംപിമാരെ പല രാജ്യങ്ങളിലേക്കൂടെ, ക്യൂബ, അമേരിക്ക, അങ്ങനെ പല, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞു വിട്ട് അത് വിവരിച്ച് അവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അതായത് എല്ലാ പാർട്ടി, ഓൾ പാർട്ടി ഡെലിഗേഷൻ വിസിറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാനിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ നമ്മുടെ ജനത, അതായത് ഇന്ത്യയിലെ ജനത പാകിസ്ഥാനെ അംഗീകരിക്കുന്നു, അവർ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ഈ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങൾ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നയതന്ത്രപരമായ എല്ലാ കാര്യങ്ങളും, അത് ഉഭയകക്ഷിയായിട്ടുള്ള എല്ലാ ചർച്ചയും എല്ലാം ഒഴിവാക്കി എല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇടപാടും ഇല്ല പാകിസ്ഥാനുമായിട്ട് എന്ന രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ തുടങ്ങിയത്. അപ്പോഴും ലാസ്റ്റ് പാകിസ്ഥാൻ തോൽവി സമ്മതിച്ച് സോറി പറഞ്ഞ് കൈകാലൊക്കെ വിളിച്ചിട്ടാണ് നമ്മളിത് ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ നിർത്തി വെച്ചിട്ടുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഈ പാകിസ്ഥാൻ വിളിച്ച് തോൽവി സമ്മതിച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ്, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇനിയൊരു ഡിസ്കഷൻ പാകിസ്ഥാനുമായിട്ട് ഉണ്ടെങ്കിൽ അത് POK ബേസ് ചെയ്ത് മാത്രമുള്ള ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഒന്നെങ്കിൽ തീവ്രവാദത്തെ പറ്റിയോ അല്ലെങ്കിൽ പാക് അധീനത കാശ്മീരിനെ പറ്റി ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡിസ്കഷനും ഇല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതായത് എല്ലാ രാജ്യാന്തര തലത്തിൽ അത് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് കണക്ക് ഓരോ പ്രതിനിധികളെ പറഞ്ഞു വിട്ട് ഓരോന്ന് അവരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇത്രയും എഫേർട്ട് എടുത്ത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചേക്കുന്നത്. ഇതെന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനുള്ള ഒരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ അവരെടുത്തിട്ട് ഇന്ത്യയിലെ ജനത പാകിസ്ഥാൻ അനുകൂലമാണ്, അവരെ ഇങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് അവരെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ആക്കി വെച്ചേക്കുവാണ്, അത് പാകിസ്ഥാനാണ് ശരി എന്ന രീതിയിൽ ഈ വീഡിയോ പാകിസ്ഥാനുള്ളിൽ വൈറലാക്കുന്നു. അതേപോലെ രാജ്യാന്തര സമൂഹത്തിൽ ഈ വീഡിയോ ഇത് പ്രചരിപ്പിക്കാൻ അവർ നോക്കുന്നു. അപ്പം ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും ബാക്കിയുള്ളവരും ചെയ്യുന്നു, മിലിറ്ററി സൈഡ് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെയുള്ള കുറെ വായിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്, ചീത്ത വരുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കുറെ മരക്കഴുതകൾ, നാറികൾ ഇങ്ങനെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു തലയ്ക്കകത്ത് ഒരു വിവരവും ഇല്ലാത്തവന്മാർ ഇങ്ങനെ ഓരോ പണി ഉണ്ടാക്കി വെക്കുന്നത്. അവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഇവന്മാർ എന്തോ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്മാര് നമ്മൾ ഇന്ത്യയിലെ മിലിറ്ററിക്കാര് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അത്രയും പ്രിസിഷൻ ആയിട്ടുള്ള മിസൈല് അത് എയിം ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഓരോ പ്രിസിഷൻ ആയിട്ടുള്ള ഓപ്പറേഷനാണ് ചെയ്തേക്കുന്നത്. കാര്യം സാധാരണ ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് കൂടി ഒന്നും പറ്റരുത് എന്ന് കരുതിയിട്ട് ഇന്ത്യൻ മിലിറ്ററി അത്രയും എഫേർട്ടും എടുത്ത് അത്രയും ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ തിരിച്ച് പാകിസ്ഥാൻ ഓൺ ദ സ്പോട്ട് അവർ തിരിച്ചു തന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ഡ്രോണും മിസൈലും ഇന്ത്യൻ ജനതയ്ക്കെതിരെയാണ് വിട്ടത്. അതായത് പഞ്ചാബ്, രാജസ്ഥാൻ, കാശ്മീർ, അതിലെ ജനതയ്ക്കെതിരെ, സാധാരണ ആൾക്കാർക്ക് നേരെയാണ് ഇതെല്ലാം അവർ വിട്ടത്. ഇന്ത്യ നോക്കണം നിങ്ങൾ, ഇന്ത്യ ഒരാൾക്ക് ഒരു സാധാരണ ജനങ്ങൾക്കെതിരെയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർ ചെയ്തത് എങ്ങനെയാണ്? അതിനെ നമ്മൾ തടുത്തിട്ടുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു വീണാന്? ഞാൻ ചോദിക്കട്ടെ, ഇവരുടെയൊക്കെ തന്തയും തള്ളയും ഫാമിലിയൊക്കെ അവിടെ പഞ്ചാബിലും രാജസ്ഥാനിലും കാശ്മീരിലൊക്കെ ഉണ്ടെങ്കിൽ ഇവറ്റകളൊക്കെ വേദനിക്കത്തുള്ളൂ. ഇപ്പം മറിച്ച് കേരളത്തിലേക്ക് വിട്ടാലേ ഇവന്മാർക്കൊക്കെ തലയ്ക്ക് ബോധം വരുത്തുള്ളൂ. അല്ലാതെ കാശ്മീരിലും ഇവർക്ക് വിട്ടാൽ ഇന്ത്യയിലല്ലേ അതൊന്നും? അല്ലെങ്കിൽ കേരളം ഇന്ത്യയിലല്ലേ? പാകിസ്ഥാനും വല്ലതും ആണോ? ഇപ്പോൾ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനും
ഇവനൊക്കെ എന്തിന് ഇന്ത്യയിലോട്ടേ വരണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കുക, അതാ നല്ലത്. പിന്നെ ഒന്ന് ഇവരുടെ ന്യായീകരണത്തിൽ പറയുന്നത്, ഇത് നേരത്തെ ബുക്ക് ചെയ്തതാണ്, അതേപോലെ ഈ പ്രോഗ്രാം നേരത്തെ ബുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് അവർക്ക് മാറ്റാൻ പറ്റിയില്ല. കാര്യം ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അവര്. ഇത് നടക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു അസോസിയേഷന്റെ ഹാളിലാണ് നടക്കുന്നത്. ചീപ്പ് റേറ്റിന് അത് കിട്ടും എന്നുള്ള രീതിയിലാണ്, അത് അവർക്ക് വേറെ സ്ഥലം കിട്ടാത്തതിന്റെ പേരിലാണ് അവിടെ ചെയ്തതെന്നാണ് അവർ ന്യായീകരണം പറയുന്നത്. ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത്, ഇത്രയും ഹാളുകളുള്ള സ്ഥലത്ത്, ഒരു സ്ഥലത്ത് തന്നെ എന്തോരം ഹാളുകളുണ്ടെന്ന് അറിയും. അങ്ങനെയുള്ള ഏരിയയിൽ അവർക്ക് ഒരു ഹാൾ കിട്ടിയില്ല, അത് തന്നെ വാദം പൊളിയുകയാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യായീകരണ പ്രസ്താവനയിൽ അവരൊരിക്കലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞേക്കുന്നത് അയൽ രാജ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പാകിസ്ഥാൻ എന്ന് പറയാൻ കൂടി അവർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പേടിച്ചിട്ടാണോ എന്തുവെന്ന് അറിയത്തില്ല. എന്തായാലും ഇങ്ങനെയുള്ള മരക്കഴുതകളെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാതിരിക്കുക, അവിടെ തന്നെ അങ്ങ് നിർത്തുക, അവിടെ അങ്ങ് ജീവിക്കട്ടെ, അതാ നല്ലത്. അല്ലെ സ്വന്തം രാജ്യത്തിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ മണ്ടയിലോട്ട് ഡ്രോണും മിസൈലും വന്നാൽ ഇവന്റെയൊക്കെ തലയിൽ ബോധം വീഴത്തുള്ളൂ, അല്ലെങ്കിൽ തലയിൽ മണ്ട വർക്കാവത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെയൊക്കെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയാലേ. മറിച്ച് ഇവര് പഞ്ചാബിലോ രാജസ്ഥാനിലോ വല്ലതും ആയിരുന്നെങ്കിൽ ആ ടെൻഷൻ അടിച്ചാൽ അവർക്കത് ആ ഓർമ്മയിൽ നിന്നാണ്. പാകിസ്ഥാൻ എന്ത് കാണിച്ച്, ഇവൻ എന്ത് കാണിച്ച്, ഷഹീദ് അഫ്രീദി എന്ത് കാണിച്ച് എന്നാൽ അവന്റെയൊക്കെ തലയിൽ തെളിഞ്ഞാൻ എന്തേലൊക്കെ മണ്ടയിൽ. കേരളത്തിലായണ്ടല്ലേ ഞെറ്റത്ത് കിടക്കുന്നതിന്റെ അഹങ്കാരമാണ് ഇവര് കാണിക്കുന്നത്. അല്ലെ തന്നെ ചീപ്പ് റേറ്റിന് കിട്ടുമെങ്കിൽ പാകിസ്ഥാന്റെ എന്തും വാങ്ങുമോ? എന്തൊരു വിവരം കെട്ട സംസാരം അതിൽ തന്നെ, പ്രസ്താവനയിൽ തന്നെ. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം വിട്ട് ചീപ്പ് റേറ്റിനാണെങ്കിൽ എന്തും വാങ്ങും അവനൊക്കെ. ഇവനൊക്കെ എന്തോ പഠിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഇവർക്കെതിരെ പാസ്പോർട്ട് ഇത് ചെയ്യണം, പരാതി കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമില്ല. എന്നാലും ഇവനൊക്കെ ബോധം ഇല്ലാത്തവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്ത് പരാതി കൊടുത്താലും എന്ത് ബോധമൊക്കെ തെളിയത്തില്ല, വിവരമില്ല, അതേ പറയാനുള്ളൂ. വിവരമില്ലാത്തവൻ വിവരവും ബോധം ഇല്ലാത്തവൻ. ആ വീഡിയോയിലെ തന്നെ അവൻ്റെയൊക്കെ ചിരിയും കാര്യം, എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു? ഇതൊക്കെ നഷ്ടപ്പെട്ട ഈ പഹൽഗാം അറ്റാക്കിൽ നഷ്ടപ്പെട്ട പല ആൾക്കാരും, വേദനിപ്പിച്ച് പല ആൾക്കാരും ഉണ്ട്. അവർ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും? അത് ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെ ന്യായീകരിച്ച് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇത് വലിയ സംഭവമല്ല, ഇതൊരു പ്രശ്നമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊരു സംഭവമല്ല, പ്രശ്നമല്ല എന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഇതൊരു സംഭവമാണ്, പ്രശ്നവുമാണ്. കേരളത്തിൽ എനിക്കറിയാം, കേരളത്തിൽ ഇച്ചിരി ഓവർ ഫ്രീഡം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇപ്പൊ ഓവർ ഫ്രീഡം, അതിന്റെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അതിലൊന്നാണ് ഈ കാണിച്ചത്. ഫ്രീഡം ആവാം, പക്ഷെ അത് തലയ്ക്ക് വിവരത്തിന് അപ്പുറത്തോട്ട് പോകരുത്. നമ്മുടെ രാജ്യത്തിരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രസ്താവന ഇതെടുത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അത് രാജ്യത്തിനെതിരെ പ്രയോഗിക്കാനുള്ളതല്ല. രാജ്യത്തിന്റെ കൂട്ടായുള്ള തീരുമാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നത് രാജ്യത്തിനെതിരായി മാറരുത്. അത് കുറ്റമായിട്ട് തന്നെ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രസ്താവന എടുക്കുന്നവരാണെങ്കിലും അതിന് തക്കതായ ഒരു ശിക്ഷയെങ്കിലും കൊടുക്കണം. എന്നാൽ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ, ഇവനൊക്കെ മിണ്ടായിരിക്കും. അല്ലെങ്കിൽ നാളെ വേറൊരുത്തർ ഇറങ്ങും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാകുന്ന കേരളത്തിൽ നിന്നേ ഉള്ളൂ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കുറെ എണ്ണം. കേരളത്തിലെ ഓവർ ഫ്രീഡം ആണ്, എന്തും പറയാനുള്ള ഒരു ഓവർ ഫ്രീഡം ഇപ്പൊ കേരളത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ഈ കണ്ടുവന്നത്. ഇതേപോലെയുള്ള ഇനി അടുത്ത കുറെ പ്രശ്നങ്ങളും വരും. ഇതേ പാലി പിടിച്ച് കുറെ എണ്ണം ന്യായീകരിച്ചും വരും. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അതാ ശരിയെന്നും പറഞ്ഞു വരുന്നു ടീമുകൾ. അത് ഒന്നാമത്തെ കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ടില്ല, ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ പാകിസ്ഥാനിലൊരു സൈനിക മേധാവി പറഞ്ഞേക്കുന്നത് 6 ഇന്ത്യൻ പോർ വിമാനം അവർ തകർത്തു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പൊള്ളയായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്കൊരു തെളിവും കൂടി ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ രാജ്യം ഇത്ര എഫേർട്ട് എടുത്ത് പ്രതിനിധികളെയും വിട്ട് ഓരോന്നും പറഞ്ഞു കൊടുത്ത് അത് അവർക്ക് ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലുള്ള വീഡിയോസും കൂടി ആകുമ്പോഴത്തേക്കും ശുഭം. രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് രാജ്യത്തിനെതിരെ നിൽക്കാതിരിക്കും, ഒന്നും മിണ്ടായിരിക്കും. നീയൊക്കെ നിന്റെ കാര്യം നോക്കിപ്പോ. ഇതേപോലുള്ള മണ്ടത്തരം വിവരക്കേടും കാണിക്കാൻ നിൽക്കാതെ അതാ ചെയ്യേണ്ടത്. അപ്പൊ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ്. അപ്പം ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.